ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു നെക്ക് ഡിസൈനാണ് പഠിക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണം, കുറേ ടൈമും ആവാൻ പാടില്ല, പക്ഷേ നല്ല രസവും ഉണ്ടാവണം കാണുമ്പോൾ. ആ ഒരു രീതിയിലുള്ള ഒരു സിമ്പിളായിട്ടുള്ള നെക്ക് ഡിസൈനാണ് പഠിക്കുന്നത്. ത്രെഡ് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ വി നെക്ക് ഞാനിവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. വി ഷേപ്പിൽ ഒരു ഫാബ്രിക്കിൽ ഞാനിങ്ങനെ വരച്ചു വെച്ചതാണ്. നിങ്ങൾ ചുരിദാറിൽ മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ലെങ്ത്തും വിഡ്ത്തും നെക്കിൻ്റെയൊക്കെ മാർക്ക് ചെയ്ത് ആ ഒരു രീതിയിൽ കറക്റ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോസിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് മാർക്ക് ചെയ്യുന്നതൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ നെക്ക് ഷേപ്പ് വരച്ചതിൻ്റെ പുറത്തോട്ടേക്ക് ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഇതുപോലെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു വീതിയിലാണിപ്പോൾ നെക്ക് ഡിസൈൻ വരേണ്ടത്. നിങ്ങൾക്കിനി 1 ഇഞ്ച് വീതി 1.5 ഇഞ്ചൊക്കെ വേണ്ടിക്കൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ പുറത്തോട്ടേക്ക് റൗണ്ടിൽ 1/2 ഇഞ്ചോ 1 ഇഞ്ചോ മാർക്ക് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. നമുക്ക് ആങ്കർ ത്രെഡാണ് വേണ്ടത്. ഞാൻ നീഡിലിൽ ത്രെഡ് ഇട്ടിട്ടുണ്ട്. 6 ഇഴകളായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ലേസി ഡേസി ഫ്ലവർ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതേപോലെ നീഡിൽ കുത്തി ത്രെഡ് എടുത്തിട്ട് നമ്മൾ ലേസി ഡേസി ചെയ്യുന്നത് നോക്കണേ. ഈ കുത്തിയെടുക്കുക തന്നെ ആ ഒരു ത്രെഡ് വന്നെടുക്കുക തന്നെ ഞാൻ കുത്തി കൊടുത്തിട്ട് നമുക്ക് എത്ര പോരെ നീളത്തിലാണ് എതളുകൾ വേണ്ടതെന്ന് നോക്കുക നിങ്ങൾ. ഫ്ലവറിൻ്റെ എതളുകൾ എനിക്കിതാ ഇത്ര പോരേ വേണ്ടു കേട്ടോ. എന്നിട്ട് ഈ ത്രെഡിനെ ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ നമുക്ക് ഇതാ ഈ ഒരു രീതിയിൽ വരും കണ്ടല്ലോ. എന്നിട്ട് നമ്മൾ നീഡിൽ അതിൻ്റെ അടുപ്പിച്ച് കുത്തിക്കോളാം താഴേക്ക്. ഈ ഒരു രീതിയിൽ നമ്മൾ ലേസി ഡേസി ചെയ്ത് കൊടുക്കുക. കുടുങ്ങിപ്പോയി കണ്ട നിങ്ങൾ. ഈ ഒരു രീതിയിൽ നമ്മൾ ലേസി ഡേസി ഫ്ലവർ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര എതളുകൾ നിങ്ങൾക്ക് ആക്കി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 4 എണ്ണം ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോയേന്ന്. ഇതാ തൊട്ട് ഇപ്പുറത്ത് നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുട്ടി മുട്ടി നിൽക്കുന്ന രീതിയിൽ 4 എണ്ണം നമുക്ക് ചെയ്ത് കൊടുക്കാം. ഈ കുത്തിയെടുക്കുക തന്നെ കുത്തി കൊടുത്തിട്ട് നമ്മൾ ആ നെക്ക് വരച്ചതിൻ്റെ അപ്പുറത്തോട്ടേക്ക് പോകാൻ പാടില്ല കേട്ടോ. നമ്മളെ ഡിസൈൻ ഒന്നും. എന്നിട്ട് ഇതേ രീതിയിൽ എടുത്തപ്പോൾ കണ്ടല്ലോ നിങ്ങൾ. എന്നിട്ട് താഴ്ത്തി കൊടുക്കുക. തൊട്ടടുത്ത് കുത്തി നീഡിൽ താഴോട്ടേക്ക് എടുക്കുക. അടുത്തത് ഇതേ രീതിയിൽ 2 എണ്ണം കൂടെ നമുക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ആ ഒരു ഫ്ലവർ ഫുള്ളായി. നമ്മൾ ആരി വർക്കിൻ്റെ ക്ലാസ് കണ്ടിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ക്ലാസ് എപ്പാന്ന് ചോദിക്കുന്നുണ്ട്. അടുത്ത ആരി വർക്കിൻ്റെ ക്ലാസ്സുകൾ അടുത്ത ആഴ്ച മുതൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. 10 ക്ലാസ് വരെ എത്തിയേ. നിങ്ങൾ അതെല്ലാം പ്രാക്ടീസ് ചെയ്യണം. ഞാൻ ബ്ലൗസ് ഡിസൈനിങ് എത്തുന്നത് വരെ നിങ്ങൾക്ക് എന്തായാലും ആരി വർക്ക് യൂട്യൂബ് വഴി പഠിപ്പിച്ച് തരും കേട്ടോ. ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. എനിക്ക് ഹാൻഡ് എംബ്രോയിഡറിൻ്റെ ഓൺലൈൻ ക്ലാസ്സൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിന്. അതിൻ്റെ കാര്യങ്ങളും എഡിറ്റ് ചെയ്യാനൊന്നും എനിക്ക് ടൈം കിട്ടിയില്ല. അതിൻ്റെ ഇടയ്ക്കൊക്കെ സുഖമില്ലാണ്ടായിരുന്നു. അതാണ് ഞാൻ പിന്നെ ആരി വർക്കിൻ്റെ കാര്യത്തിലേക്ക് നോക്കാഞ്ഞത് കേട്ടോ. ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരുവേ. നമ്മൾ ഫ്ലവറിൻ്റെ 4 എതളുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേ രീതിയിലാണ് നമ്മൾ ലേസി ഡേസി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇനിയും എതളുകൾ വേണമെങ്കിൽ അടുപ്പിച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതേ രീതിയിൽ നമ്മൾ ചെയ്തെടുത്ത് ഇനി നമുക്ക് ഗ്രീൻ കളർ ത്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ഓരോ പിസ്റ്റൽ സ്റ്റിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിസ്റ്റൽ സ്റ്റിച്ചൊക്കെ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എൻ്റെ ക്ലാസ്സൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവും കേട്ടോ. ഈ ഒരു എതളിൻ്റെ ഗ്യാപ്പുകളിലായി ഞാൻ ചെയ്ത് കൊടുക്കാൻ പോയെന്ന്. ഇതേ രീതിയിൽ നമ്മൾ നീഡിൽ കുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത് പോലെ ലോങ് ഫ്രഞ്ച് നോട്ട് കേട്ടോ. ഇതേ രീതിയിലെടുത്ത് ഒറ്റ ചുറ്റി കൊടുക്കുന്നില്ല. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ താഴ്ത്തി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പിസ്റ്റൽ സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾ നോക്കുക കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ആ 3 ഗ്യാപ്പിൽ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ 4 ചെയ്ത് കൊടുക്കണേ അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 3 എണ്ണം ചെയ്ത് കൊടുക്കാം. നമുക്ക് നോക്കാം, ഭംഗി നോക്കിയിട്ട് നമുക്ക് ചെയ്യാമല്ലോ. ഇതേ രീതിയിൽ നമ്മൾ കണ്ടിന്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ പിസ്റ്റൽ സ്റ്റിച്ചും ലേസി ഡേസിയും വെച്ചിട്ടുള്ള ഒരു ഫ്ലവറാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് കണ്ട് കുറേ ആൾക്കാർ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചെയ്യോ അത് ചെയ്യോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. കുറേ വീഡിയോസ് ചെയ്യാനുണ്ട്, ഡൗട്ട് പറഞ്ഞു കൊടുക്കാനുണ്ട്. അതൊക്കെ ഞാൻ ഓരോരിക്കായിട്ട് അപ്ലോഡ് ചെയ്യും കേട്ടോ. ഞാൻ ഈ ചെയ്യുന്നത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക കേട്ടോ. എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളിത് ഫുള്ള് കണ്ട് മനസ്സിലാക്കണം കേട്ടോ.
കണ്ടല്ലോ നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു ത്രെഡ് വർക്കാണ് നമ്മൾ ഇന്നത്തെ ഡിസൈൻ. കറക്റ്റ് നെക്കിൻ്റെ ഷേപ്പൊക്കെ വരച്ച് കറക്റ്റ് അളവെടുത്ത് മാർക്ക് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. കണ്ടില്ലേ നിങ്ങൾ, വളരെ സിമ്പിളായിട്ടുള്ള നെക്ക് ഡിസൈനാണ് നമ്മളിന്ന് പഠിച്ചത്. ലേസി ഡേസിയും പിസ്റ്റൽ സ്റ്റിച്ച് വെച്ചിട്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ, ചെയ്ത് പ്രാക്ടീസ് ചെയ്യണേ. ഇനി ഇതിൻ്റെ നടുക്ക് ഓരോ ബീഡ്സൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ രസമായിട്ടുണ്ടാവും. പക്ഷേ സിമ്പിളായിട്ട് വേണ്ടുന്നവർക്കാണെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്താൽ മതി. വീനക്കിനൊക്കെ ചെയ്തിട്ട് നല്ല രസമുണ്ട്. ആ ഒരു ഫിനിഷിങ്ങിൽ നിങ്ങൾ എത്തണം കേട്ടോ. ഞാനിപ്പോൾ അളവൊന്നും മാർക്ക് ചെയ്യാണ്ട് അങ്ങനെ ജസ്റ്റ് നിങ്ങളെ പഠിപ്പിക്കാൻ ചെയ്തതല്ലേ, അതുകൊണ്ട് എനിക്ക് മേലെയൊക്കെ ഓരോ ഫ്ലോർ കൂടെ വരേണ്ടതുണ്ട് രണ്ട് സൈഡിലും. അതൊക്കെ നിങ്ങൾ കറക്റ്റ് മാർക്ക് ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ സ്റ്റാർട്ടിങ്ങൊക്കെ നോക്കണേ. എന്നാൽ പിന്നെ ശരി, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ പിന്നെ ശരി, വേറൊരു നല്ല വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ.